ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഓസ്ലറിലെ തന്നെയാണെങ്കിൽ സ്പോയിലർ ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ നേരെ മറിച്ച് സണ്ണി ലിയോണുമായിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിച്ചു. അത് വേറൊരു വിഷയം. അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത അതിലേക്ക് കടക്കുന്നില്ല എങ്കിലും, അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത പല സംഗതിയും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മെഗാസ്റ്റാർ ചെയ്യുന്നത്? അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. ഓരോരുത്തർക്ക് അതിലൊരു ഞാനീ മെഗാസ്റ്റാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുമില്ല. എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല. ഈ കാതൽ പോലെ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരമ്പെന്ന് പറഞ്ഞ സിനിമയിലെ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ട്. അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ്, ഇതിനു മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ്, ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ്. ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ജയറാമിനായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നത്, ജയറാം സിനിമാ നടനാകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ച് രാവിലെ എന്നൊക്കെ വന്ന് കണ്ട് ഫോട്ടോ എടുത്ത ആളാണ് വെളുപ്പം കാലത്ത്. രാവിലെ ഇപ്പോൾ ജയറാമിനോട് അന്ന് പോലും നമുക്കറിയാമെന്നുള്ളത്. അത് സിനിമയിൽ വന്നതിനേക്കുള്ള സന്തോഷം ഉണ്ടായിരുന്നു അന്നൊക്കെ. പിന്നെന്താ ഇന്നലെയൊക്കെ വിജയുടെ കൂടെയുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മെഡ്രാസിൽ. അപ്പോൾ പടം ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വിജയ് ഓടി വന്നെടുത്ത് ചോദിച്ചാൽ ഇതിൽ മമ്മൂട്ടി സാർക്കാണ് അപ്പടിയാ, അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ ആണ് എന്താ മൂപ്പർ ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് ഇത്ര ഡിഫറെൻ്റ് ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്ത് അദ്ദേഹം എന്തെങ്കിലും കാരണം ഉണ്ടാവും ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് പുള്ളി പടങ്ങളായിട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. நீங்க மம்முக்கா சார் வந்து ரொம்ப கிரவுண்டடா ப்ரெசென்ட் பண்ணிருக்கீங்க.